നമ്മളെ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എ ജനറൽ ഡിസ്കഷൻ ആൻഡ് നോട്ട് എ പേഴ്സണൽ അഡ്വൈസ്. അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടന്റിനെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പേജ്. Can you read? Okay. Yeah, I can. So the nighty gearing changes. നമ്മുടെ ബഡ്ജറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി പേഴ്സണൽ നെയിമിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 3 സിനാരിയോസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഗ്രാൻഡ് ഫാദറിങ്, അതായത് നമ്മുടെ പ്രോപ്പർട്ടി ബഡ്ജറ്റ് നൈറ്റിന് മുമ്പ് വാങ്ങിച്ച ആൾക്കാരുണ്ട്. അതായത് 7:30 PM ബഡ്ജറ്റ് നൈറ്റ് 12th of May 2026. ആ സമയത്ത് ഓണർഷിപ്പ് ഉള്ള പ്രോപ്പർട്ടിയുടെ നെഗറ്റീവ് ഗിയറിങ് നമ്മൾ ആ സിറ്റീസ് നൗ ഉള്ളതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേസമയം വേറെ അടുത്ത ഒരു സിനാരിയോ എന്ന് പറയുന്നത് ട്രാൻസിഷൻ പീരീഡ് ആണ്. അതായത് പ്രോപ്പർട്ടി ആഫ്റ്റർ ബഡ്ജറ്റ് നൈറ്റ് ബട്ട് 30th June 2027 മുമ്പ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഗിയറിങ് നമുക്ക് ആ പർട്ടിക്കുലർ വർഷം, അതായത് അടുത്ത 30th June 2027 വരെയാണ് നെഗറ്റീവ് ഗിയറിങ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വർഷം നമുക്ക് നെഗറ്റീവ് ഗിയറിങ് ഇല്ല എന്നാണ്. അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് 30th June 2027 കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നോൺ നെഗറ്റീവ് ഗിയറിങ്, അതല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് കാറ്റഗറീസിലായിരിക്കും. ഉദാഹരണത്തിന് ന്യൂ ബിൽഡ്സ്, അല്ലെങ്കിൽ ന്യൂ ഡ്യൂപ്ലക്സ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓക്യുപ്പൈഡ് ലെസ് ദാൻ 12 months, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ബിൽഡിങ്സ് ആയിരിക്കണം. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നെഗറ്റീവ് ഗിയറിങ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്ക് നെഗറ്റീവ് ഗിയറിങ് നമ്മുടെ നോർമൽ ഇൻകം അഥവാ സാലറി ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ആ നെഗറ്റീവ് ഗിയറിങ് നമ്മൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്, ഡിഫേർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്യൂച്ചർ ഇയറിലേക്ക് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം വരുവാണെങ്കിൽ, അതായത് പോസിറ്റീവ് ഗിയറിങ് ആവുകയാണെങ്കിൽ, നമുക്ക് ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അതും നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് നോർമലി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എൻഡ് ഓഫ് ദ ഡേ നമ്മളിത് നഷ്ടപ്പെടുന്നില്ല. ഓൺലി തിങ് ഈസ് നമ്മുടെ ടൈമിംഗ് ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ വൈസായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ റൂള് നമ്മളെ അധികം കാര്യമായിട്ട് അല്ലെങ്കിൽ സ്മാർട്ടുള്ള ആൾക്കാർക്ക് ഇത് നമ്മളെ അധികം അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ താഴെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ നോക്ക് ഡൗൺ റീബിൽഡ്. അപ്പോൾ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൽ ഒരു ബിൽഡിങ് നോക്ക് ഡൗൺ ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്യുക, ഒരു ബിൽഡിംഗ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ന്യൂ ബിൽഡായിട്ട് കണക്ക് കൂട്ടത്തില്ല. അതുപോലെ ഗ്രാനി ഫ്ലാറ്റ്, അത് ഒരു ന്യൂ പ്രോപ്പർട്ടി ആയിട്ട് അത് കൂട്ടത്തില്ല. അതുപോലെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, നമ്മുടെ സൂപ്പർ ഫണ്ടിലെ ഇതിന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. സൂപ്പർ ഫണ്ടിൽ അറിയാം നെഗറ്റീവ് ഗിയറിങ് അതുപോലെ തന്നെ കണ്ടിന്യൂ ആണ്. അതായത് നമ്മുടെ കൺട്രിബ്യൂഷൻസിന് അതിൻ്റെ അകത്തുള്ള ഇൻകം, സാധാരണ രീതിയിൽ ഒരു SMSFൽ വരുന്ന ഇൻകം എന്ന് പറയുന്നത്, ഒന്ന് നെഗറ്റീവ് ഗിയറിങ് ഉണ്ടാവും, അതായത് ലോസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിബ്യൂഷൻസ് ആൾക്കാർ സാധാരണ ഇടാറുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ നെഗറ്റീവ് ലോസും ഈ കൺട്രിബ്യൂഷൻസ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ SMSFൽ യാതൊരു ചേഞ്ചസും ഇല്ല ഇതിന്. അതുപോലെ തന്നെ ട്രസ്റ്റ് സ്ട്രക്ചറിലുള്ള പ്രോപ്പർട്ടീസിനും ഇതിന് ചേഞ്ചസ് ഇല്ല. കാരണം നേരത്തെ തന്നെയും ഈ നെഗറ്റീവ് ഗിയറിങ് നമ്മുടെ ട്രസ്റ്റിൽ ഇല്ലായിരുന്നു. അത് അതിൻ്റെ അകത്ത് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുക, നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല. അതിൽ തന്നെ വെച്ച് അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതുപോലെ വേറൊരു ടാക്സ് പ്ലാനിങ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഓണർ ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓണർ ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി നമ്മുടെ ബഡ്ജറ്റ് നൈറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഓണർഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് ലേറ്റർ അത് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് ഗിയറിങ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പോകുന്ന ആൾക്കാർക്ക്. അല്ലെങ്കിൽ മിക്കവാറുള്ള നമ്മുടെ ഒരു മലയാളി കൾച്ചർ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ആദ്യം ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കും, അത് കഴിഞ്ഞ് പിന്നെ അത് ഇൻവെസ്റ്റ്മെന്റിന് കൊടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പ്രൈമറി പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്, അതൊന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട്. അപ്പോൾ അത് ഇപ്പോൾ നിലവിലുള്ള ഈ ബഡ്ജറ്റ് നൈറ്റിന് മുമ്പ് ഓണർഷിപ്പിലുള്ളവർക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് നെഗറ്റീവ് ഗിയറിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ തന്നെ. ഇതില് പ്രോപ്പർട്ടി ഓക്യുപ്പൈഡ് ലെസ് ദാൻ 12 months ഉണ്ടല്ലോ, അത് ഉണ്ട് അല്ലേ? അങ്ങനെ ഉണ്ട് അല്ലേ? അതായത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഒരു 6 മാസം മുമ്പാണ്. ആ പ്രോപ്പർട്ടിക്ക് മേടിക്കാൻ പറ്റും നമുക്ക് അല്ലേ? അതിൽ ഫുൾ നെഗറ്റീവ് ഗിയറിങ് പറ്റും. ന്യൂ ബിൽഡ് ആയിട്ട് കിട്ടും.
and carry forward losses can offset with future positive gearing or against CGT at the end. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്യുമുലേറ്റീവ് സാധനം നമ്മൾ ഒരു $50,000 ആയാലും വിൽക്കുമ്പോൾ CGT അതൊന്ന് കുറയ്ക്കാൻ പറ്റും അല്ലേ? അപ്പൊ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നോർമലി അത് കഴിച്ചിട്ടാണോ നമ്മൾ സാധാരണ CGT ചെയ്യാറുള്ളത്? അതെ ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ ഈ പുതിയ റൂൾ അനുസരിച്ച് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് റിട്ടേണിൽ തന്നെ നമ്മൾ ഓരോ വർഷവും ടാക്സ് റിട്ടേണിൽ ലോസ് വരുമല്ലോ, അത് നമ്മൾ അവിടെ തന്നെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അതിന് ഫോമിൽ അതിനുള്ള ഇതുണ്ട്, സ്ഥലമുണ്ട്.